ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇലക്ട്രിക് സ്കൂട്ടർ ഏതെടുക്കുന്നതായിരിക്കും ഇപ്പോൾ ബെറ്റർ എന്ന് കുറെ ആളുകൾ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇലക്ട്രിക് സ്കൂട്ടേഴ്സ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം ഇറങ്ങിയിട്ടുള്ള ചൈനീസ് അസംബിൾഡ് ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടേഴ്സിനായിരിക്കും നമുക്ക് ഓർമ്മ വരിക. അപ്പൊ ചൈനീസ് അസംബിൾഡ് ആയിട്ടുള്ള ഇലക്ട്രിക് സ്കൂട്ടറുകളെല്ലാം തന്നെ ഇപ്പോൾ ഫീൽഡ് ഔട്ട് ആയി പോയിട്ടുള്ള വീഡിയോ നമ്മൾ മുമ്പൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പം ഏകദേശം എല്ലാ ഷോറൂംസും ക്ലോസ് ചെയ്തതായിട്ടാണ് കാണുന്നത്. പിന്നെ കാലിക്കറ്റ് ഒക്കെ പോയി കഴിഞ്ഞാൽ പല ഷോറൂംസും അവിടെ ഉണ്ടായിരുന്ന സ്കൂട്ടേഴ്സിന്റെ ഷോറൂംസ് ഒന്നുമില്ല. അപ്പോൾ അതുപോലെ തന്നെ ഇപ്പം അവർ തന്നെ അതേ ഡീലേഴ്സ് തന്നെ വേറെ മറ്റു പല ബിസിനസ്സുകളൊക്കെയാണ് ചെയ്യുന്നത് പലരും. ഇപ്പൊ നമുക്ക് നേരിട്ട് അറിയാവുന്ന കുറെ സംഭവങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും അങ്ങനത്തെ ഒരു അവസ്ഥയിൽ മിക്കവാറും ആളുകൾക്കും ബ്രാൻഡഡ് ഇലക്ട്രിക് സ്കൂട്ടറിനെ ആയിരിക്കും ആശ്രയിക്കേണ്ടി വരിക. അപ്പൊ എല്ലാവർക്കും ഒരു വിശ്വാസം എന്ന് വെച്ചാൽ ബ്രാൻഡഡ് ഇലക്ട്രിക് സ്കൂട്ടർ വർഷങ്ങളായിട്ടുള്ള ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു കമ്പനിയാണല്ലോ. അതായത് ബജാജ്, ഹീറോ, TVS പോലുള്ള ബ്രാൻഡഡ് വാഹനങ്ങൾ എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് നമ്മുടെ ഈ ഒരു ഇന്ത്യൻ മാർക്കറ്റുകൾ ഉള്ളതായതുകൊണ്ട് ധൈര്യത്തിൽ എടുക്കാലോ. ഇത് കൂട്ടിപ്പോകത്തില്ല, ഇതിന് വാറണ്ടി കറക്റ്റ് ആയിട്ടുള്ളത്, സർവീസ് കറക്റ്റ് ആയിട്ടുള്ളത് ലഭിക്കുമെന്ന പ്രതീക്ഷയിലൊക്കെ ആയിരിക്കും പലതും ബ്രാൻഡഡ് ഇലക്ട്രിക് സ്കൂട്ടേഴ്സിനെ ആശ്രയിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹീറോ മോട്ടോകോർപ്പിന്റെ വിഡ V1 പ്രോയും V1 പ്ലസും അങ്ങനെ രണ്ട് ഇലക്ട്രിക് സ്കൂട്ടറുകൾ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ല പ്രതീക്ഷയ്ക്ക് വകേണ്ടായിരുന്ന ഒരു സ്കൂട്ടർ ആയിരുന്നു. പലരും എടുത്ത് വലിയ കുഴപ്പമില്ലാത്ത അഭിപ്രായമാണ് പല കസ്റ്റമർ റിവ്യൂ ഒക്കെ കണ്ട സമയത്ത് നമുക്ക് തോന്നിയിട്ടുള്ളത് പറഞ്ഞാൽ. അപ്പം പലരും പറയുന്നത് വളരെ നിസ്സാര പ്രശ്നങ്ങൾ മാത്രം. അതായത് ഇപ്പം സ്വിച്ചസിന്റെയും അതുപോലെ തന്നെ ഹോണ്, അങ്ങനെയുള്ള വയറിങ്ങിന്റെ ചെറിയ ഇഷ്യൂസ് മാത്രം ഒഴിച്ചാൽ ആ വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നും വലുതായിട്ടൊന്നും കാണുന്നില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ല അങ്ങനെ. പക്ഷെ ഒരു ഇതുപോലെ തന്നെ ഹീറോ വിഡയുടെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഒരു 2 മാസം മുമ്പ് ജനുവരി 24 രാത്രി തൊണ്ടയാട് ബൈപ്പാസിനടുത്ത്, അതായത് കാലിക്കറ്റുള്ള തൊണ്ടയാട് ബൈപ്പാസിനടുത്ത് വെച്ചിട്ട് ആക്സിഡന്റ് ആയിട്ടുണ്ടായിരുന്നു. ആക്സിഡന്റ് ആയെന്ന് പറഞ്ഞാൽ ഒരു ഭാര്യയും ഭർത്താവ് ആയിരുന്നു അതിനകത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ തൊണ്ടയാട് ബൈപ്പാസിൽ വെച്ചിട്ട് ആക്സിഡന്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജനുവരി 24 ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം അവർ ഹോസ്പിറ്റലിൽ പ്രവേശിച്ചു. അതേപോലെ തന്നെ അതിൽ ആ ഒരു സ്ത്രീക്ക്, ഭാര്യയ്ക്ക് പ്രശ്നമില്ലാതെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ ഡിസ്ചാർജ് ആയിട്ടുണ്ടായിരുന്നു. സജീവ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തിക്ക് വളരെ ക്രിട്ടിക്കലായിട്ട് വെന്റിലേറ്ററിൽ തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ഇപ്പം ഈ ഒരു കഴിഞ്ഞ 2 ദിവസം മുമ്പ് മാർച്ച് 4 അദ്ദേഹം നമ്മളെ വിട്ടു പോയിട്ടുണ്ട്. അപ്പൊ എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു വിയോഗം എന്ന് പറഞ്ഞത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയായിരുന്നു. ആദ്യ സമയത്ത് അത് നോർമൽ ആക്സിഡന്റ് ആണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അത് ശരിക്കും ആ ഒരു വാഹനം നമുക്ക് അതിന്റെ ഒരു അലോയ് ഊരി തെറിച്ച പോലെയാണ് ശരിക്കും അതിനകത്ത് കാണുന്നത് വ്യക്തമായിട്ടുള്ള. അപ്പം അവർ പറയുന്നത് അതൊരു കുഴിക്കകത്ത് പോയിട്ട് വീണിട്ട് ആക്സിഡന്റ് ആയതാണ് പറയുന്നത്. പക്ഷെ അവിടെ ലെവലൈസ് റോഡാണ്, ഒരു പാലത്തിനടുത്താണ്. അവിടെ തൊട്ടടുത്തൊന്നും ഒരു കുഴിയോ കാര്യങ്ങളോ ഒന്നും തന്നെ വളരെ അരിച്ചു പൊറുക്കി നോക്കിയിട്ടും കാണുന്നില്ല. ആ ഒരു അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു. അപ്പം അവിടെ ആക്സിഡന്റ് ആയിട്ട് തോന്നുന്നില്ല നമുക്ക്. മെയിൻലി അതിന്റെ ഒരു മാനുഫാക്ചറിങ് ഇഷ്യൂസ്, അതായത് അതിന്റെ അലോയിൽ വന്നിരിക്കുന്ന ഒരു മാനുഫാക്ചറിങ് ഇഷ്യൂസ് ആയിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഒരുപക്ഷെ ഈ ഇലക്ട്രിക് സ്കൂട്ടറുകളുടെ, അപ്പൊ നമ്മൾ പെട്രോൾ വാഹനങ്ങൾ എടുക്കുകയാണെങ്കിൽ പരമാവധി വെയിറ്റ് കൂടിയാലും ആ ഒരു വാഹനത്തിൽ പ്രശ്നം വരുന്നില്ല. കാരണം അത്രയ്ക്കും എഞ്ചിന് ടോർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഈ ഒരു പിന്നെ ഇലക്ട്രിക് സ്കൂട്ടേഴ്സിന് കൂടുതൽ മൈലേജ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ വാഹനത്തിന്റെ ബോഡിയിലും അതേപോലെ തന്നെ വണ്ടിയുടെ നമ്മുടെ ചേസസിലൊക്കെ കുറെ വെയിറ്റ്ലെസ് ആക്കാൻ വേണ്ടിയിട്ട്, അതിന്റെ സ്ട്രോങ് വെയിറ്റ്ലെസ് ആക്കാൻ വേണ്ടിയിട്ട് അവർ കമ്പനി ശ്രമിക്കാറുണ്ട്. അപ്പം വെയിറ്റ്ലെസ് ആക്കുന്നതിന്റെ ഭാഗമായിട്ടും ചിലപ്പം വെയിറ്റ് കുറഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഈ അലോയ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലൂമിനിയം സാൻഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള മെറ്റീരിയൽസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് ഇത് നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതിന് ഏതെങ്കിലും ചെറിയ ഭാഗങ്ങളിൽ കട്ടി കുറഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ ബലക്കുറവ് സംഭവിക്കാം. അങ്ങനെ തന്നെ ആ ഒരു ഭാഗം അടർന്നു പോകാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനത്തെ എന്തെങ്കിലും ഇഷ്യൂസ് വരാനാണ് ചാൻസ് കൂടുതലും. എന്തായിട്ടുണ്ടെങ്കിലും ഈ ഒരു കമ്പനിയുടെ ഭാഗത്തു നിന്നും റെസ്പോൺസ് എന്ന് പറയുന്നത്, അവര് ഹോസ്പിറ്റലിൽ ആ ഒരു വ്യക്തിയും ആക്സിഡന്റ് ആയ സമയത്ത് അവർ ജസ്റ്റ് പോയിട്ടുണ്ടായിരുന്നു. അവര് ഹോസ്പിറ്റൽ ബില്ലൊക്കെ സെറ്റിൽ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞിട്ടുള്ളതല്ലാണ്ട് സെറ്റിൽ ചെയ്തു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോ എന്തായിട്ടുണ്ടെങ്കിലും പിന്നെ ഇതുപോലുള്ള ഹീറോ വിട എന്നൊക്കെ ഒന്ന് എടുക്കാനായിട്ട് പോകുന്ന സമയത്ത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഹീറോ വിടാന്നല്ല, ഏത് വണ്ടി ആയാലും ശരി, നമുക്ക് എടുക്കുന്ന സമയത്തൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോഴും ഇതിന്റെ വിലക്കുറവും കുറച്ചൊക്കെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടൊക്കെ എടുക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്.
അപ്പോൾ എന്തായാലും ഇതുപോലുള്ള കാര്യങ്ങൾ ഇനി സംഭവിക്കാതിരിക്കട്ടെ എന്നാണ് ആത്മാർത്ഥമായിട്ട് പറയുന്നത്.